അങ്ങനെ വേറെ പരിധിയോ അതിർവരമ്പോ ഒന്നുമില്ല. കണ്ണൂർ ജില്ലയിലെ എവിടെ എത്താം നമുക്ക് പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ വെച്ചാൽ പൊതുവെ ആർക്കും അറിയാത്തൊരു കാര്യമാണ്, പാമ്പ് കടിച്ചാൽ ഗവൺമെന്റിൽ നിന്ന് ധനസഹായമുണ്ട്. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മളെ നാടിന് അത്യാവശ്യമായി വേണ്ട ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒരുപാട് മനുഷ്യജീവനും അതുപോലെ തന്നെ ഒരുപാട് വന്യജീവികളുടെയും വന്യമൃഗങ്ങളെല്ലാം ജീവൻ രക്ഷിച്ച് അവരെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അദ്ദേഹം ഒരുപാട് അറിയപ്പെടേണ്ട ആളാണ്, കാരണം നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും ഉപകാരപ്പെടും അദ്ദേഹത്തിൻ്റെ സേവനം. നേരെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. വാ. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് അജയ് മാണിയൂർ എന്നാണ് അറിയപ്പെടുന്നത്. കുറേ ആയാ ഈ മേഖലയിലേക്ക് വന്നിട്ട്? ഞാൻ ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം 5 വർഷത്തിന് മേലെയായി. അപ്പോൾ എന്താണ് ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ? ഈ ഒരു മേഖലയിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ജീവികളോടുള്ള സ്നേഹം, ഇഷ്ടം അതാണ്. പിന്നെ എന്താണ് ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കൂടാതെ വേറെയും തൊഴിൽ ചെയ്യുന്നുണ്ട്, ബിസിനസ് പരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് സൈഡായിട്ടൊരു പാഷനായിട്ട് കൊണ്ടുപോകുന്നു മാത്രം. അങ്ങനെ. അപ്പം നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഏത് വർഷമാണ് ഇറങ്ങിയത്? ഏകദേശം ഒരു 2015 ആ ഒരു ടൈം തൊട്ടിട്ടാണ് ഫീൽഡിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. അതുവരെ എന്താ പറയുക, ആരും അറിയില്ലെങ്കിലും ഓരോ ജീവികളെ ഇങ്ങനെ സംരക്ഷിക്കും. നമ്മൾ സാധാരണ ഒരു പാമ്പിനെല്ലാം പെട്ടെന്ന് കണ്ടാൽ അടിച്ച് കൊല്ലാറാണല്ലോ പതിവ്. നിങ്ങൾ നേരെ പിന്നെ വിപരീതമായിട്ട് അതിനെ സംരക്ഷിച്ച് ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുവിടും. കാരണം നമുക്ക് എല്ലാ ജീവികളും ആവശ്യമാണ്. അതെ, പ്രകൃതിയിലെ സന്തുലനാവസ്ഥ നിലനിർത്തണമെങ്കിൽ എല്ലാ ജീവികളും വേണം. അതിപ്പോൾ പാമ്പുകൾ വംശനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ പാമ്പുകൾ ഇല്ലെങ്കിൽ നമുക്ക് മനുഷ്യന്മാർക്കും ജീവിക്കാൻ കഴിയില്ല. പാമ്പുകൾ നമ്മളിപ്പോൾ മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവികൾക്കും ജീവിക്കണമെങ്കിൽ ഈ പാമ്പുകളും വേണം. പാമ്പുകളും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ പ്രകൃതി പണ്ടുള്ള അതേപോലെ കാലാകാലങ്ങളിൽ നിന്ന് പോവല്ലേ? അതെ. പിന്നെ വേറെ എന്നാണ് നിങ്ങൾ ഈ പാമ്പിനെ കൂടാണ്ട് വേറെ എന്തിനെല്ലാം നിങ്ങൾ സംരക്ഷിച്ചു? എന്താ വെച്ചാൽ ഇപ്പം ഫയർഫോഴ്സിൽ നിന്നൊക്കെ കോൾ വന്നാൽ, അതുപോലെ തന്നെ ഫോറസ്റ്റിലായാലും ഫയർഫോഴ്സിലായാലും കോൾ വന്നാൽ ആദ്യം നമ്മളെ വിളിക്കുക. നമ്മളിപ്പോൾ ഒരു NGO ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ, ഈഗിൾ ഐ എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ ആദ്യം അവിടത്തേക്ക് കോൾ വരും. നമുക്ക് ഒരു പൂച്ച കിണറിൽ വീണാലും, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ജീവികൾ അപകടത്തിൽപ്പെട്ടാൽ, വണ്ടി ആക്സിഡൻ്റ് ആയി കിടക്കുന്ന ജീവികൾ, ഇങ്ങനെയുള്ള കുറേ ജീവികൾ അപകടത്തിൽപ്പെട്ടാൽ നമ്മളെ വിളിക്കും. നമ്മൾ അവരെ ചികിത്സിച്ച് ഭേദമായതിനു ശേഷം ആവാസ വ്യവസ്ഥയിലേക്ക് വിടുകയാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ അവിടെ നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഓഫീസ് ഉണ്ട് അഞ്ചരക്കണ്ടി, അപ്പോൾ അവിടെയാണ് വെക്കാറ്. അതുവരെ നിങ്ങൾ അതിനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സംരക്ഷിക്കും? ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത് സംരക്ഷിക്കും അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സാധനത്തിന് നമ്മളെ വീട്ടിലോ അല്ലെ എവിടെയോ കണ്ട്, നിങ്ങൾ എത്ര പരിധി വരെ നിങ്ങൾ പോയി അതിനെ പിന്നെ സംരക്ഷിക്കാൻ വേണ്ടി പോകും? ജീവികൾ എവിടെ അപകടപ്പെട്ടാലും, അതായത് കണ്ണൂർ ജില്ലയിൽ എവിടെയും നമ്മൾ ഓടിയെത്തും. അങ്ങനെ വേറെ പരിധിയോ അതിർവരമ്പോ ഒന്നുമില്ല. കണ്ണൂർ ജില്ലയിലെ എവിടെ എത്താം നമുക്ക് പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം അവിടെ അതിനെക്കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ അതിന് താല്പര്യത്തോടു കൂടി പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ, കണ്ണൂർ ജില്ലയിൽ എവിടെ വേണമെങ്കിലും എന്ത് ജീവജാലങ്ങൾ, പ്രകൃതിയിലുള്ള വന്യമൃഗങ്ങൾ, വന്യജീവികൾ എന്തായാലും നിങ്ങൾ വിളിച്ചാൽ പോയി അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നതാണ് പറയുന്നത് അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വലിയ പിന്നെ മൃഗങ്ങളെല്ലാം പെടുന്നുണ്ട്, ആ പന്നി അതുപോലുള്ള എല്ലാ ജീവികളും, എല്ലാ വന്യജീവികളും ഉൾപ്പെടും അല്ലേ? നല്ല ടൈറ്റായി.
പിൻകോഡ് 6706. ഫോൺ നമ്പർ പറയാം. വിഷം ഇതിനല്ല, കടിയില് എന്താ പറയാ, അണലി കടിക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ പാമ്പും ഉണങ്ങാൻ പ്രയാസമൊന്നുമില്ല. എല്ലാ പാമ്പും കടിച്ച ഒരുപോലെ തന്നെ ഉണങ്ങുന്നത് സാവധാനമേ ഉണങ്ങത്തുള്ളൂ. പിന്നെന്താ വെച്ചാൽ അണലി എല്ലാ പാമ്പും ചവിട്ടിപ്പോയി വേദനിപ്പിച്ചാലേ കടിക്കും. പക്ഷെ അണലി അവരെ സഞ്ചാരപാതയുടെ അടുത്തുണ്ടെങ്കിൽ അവർ ചാടി കടിക്കും. അതായത് നമ്മൾ നടക്കുന്ന വഴിയിൽ ഇപ്പം ഒച്ചയാക്കി നടക്കണം എന്നൊക്കെ പറയും. മറ്റുള്ള പാമ്പുകൾ അവിടുന്ന് വഴിമാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് മറ്റു മൂർഖനൊക്കെ നമ്മളെ കണ്ടാൽ ആദ്യം പേടിപ്പിക്കുകയും നമ്മളെ കണ്ട് പേടിച്ചിട്ടാണ് മൂർഖൻ പത്തി വിടർത്തുന്നത്. ആ സമയത്ത് അണലിയാണെങ്കിൽ പേടിപ്പിക്കാൻ നിൽക്കത്തില്ല, പെട്ടെന്ന് ചാടിക്കടിക്കത്തില്ല. അതുകൊണ്ടാണ് അണലിയാണ് ഏറ്റവും ഡേഞ്ചർ. പിന്നെ നമ്മൾ ഇത്ര സമയം സംസാരിച്ച് നിങ്ങളോട് കാര്യമായൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് വീട് വരിക? എൻ്റെ വീട് ഞാൻ മാണൂർ സ്വദേശിയായിരുന്നു. ഇപ്പം അവിടുന്ന് താമസം മാറി നായട്ടുപറയിലേക്ക് താമസം മാറി. പിന്നെ കൂട്ടുകുടുംബമാണ്, എല്ലാവരും ഉണ്ട്. അമ്മ അനിയൻ ഇപ്പം പത്തനംതിട്ടയാണ് മൊബൈൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ അമ്മമ്മയുണ്ട്, ആൻറ്റി, ആപ്പൻ, ഒരു കൂട്ടുകുടുംബം. അച്ഛൻ ചെറുപ്പത്തിൽ ഡിവോഴ്സായിട്ട് പോയതാണ്. പിന്നെ വേറെ നമ്മളിപ്പോൾ ഈ ഒരു നമുക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ പൊതുവെ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയാണ് പാമ്പ് കടിച്ചാൽ അവിടെ മുറുക്കി കെട്ടുക, ഇല്ലെങ്കിൽ അവിടെ ബ്ലേഡ് എടുത്തിട്ട് അവിടെ മുറിച്ച് കളയുക, ചോര കളയുക, കടിച്ച് വലിക്കുക, ഇങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പാമ്പ് കടിച്ചാൽ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ആയുർവേദം കാണിക്കുക. അതായത് പണ്ടുള്ള പോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക് എന്നെല്ലാം പറഞ്ഞ പോലത്തെ സംഭവം ഉണ്ടല്ലോ. അതായത് ഈ ആയുർവേദ ബേസ്ഡായിട്ട് കൊണ്ടുപോയിട്ട് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷവിറപ്പിക്കുന്ന പരിപാടി എന്നെല്ലാം പറഞ്ഞിട്ട് അതുപോലത്തെ സംഭവമെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരുപാട് തെറ്റിദ്ധാരണമാണ്. പാമ്പ് കടിച്ചാൽ ആദ്യം ഒരു വ്യക്തി വേണ്ടത് പാനിക്കാവാതിരിക്കുക. ടെൻഷൻ കൂടുമ്പം ബ്ലഡ് പ്രഷർ കൂടും. ബ്ലഡ് പ്രഷർ കൂടിയാൽ നമ്മുടെ അത്രയും പെട്ടെന്ന് നമ്മുടെ സിറ്റുവേഷൻ ബാഡാവുകയില്ല. അപ്പോൾ പാമ്പ് കടിച്ചാൽ ആദ്യം വേണ്ടത് പാനിക്കാവാതിരിക്കുക, നല്ല ധൈര്യം സംഭരിക്കുക. നമ്മളിപ്പോൾ നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് ആ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ സമാധാനിപ്പിക്കുക. പേടിക്കേണ്ട, കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിൽ അവർക്ക് ധൈര്യം വരാൻ വേണ്ടി വിഷമുള്ള പാമ്പായാലും വിഷമില്ലാത്ത പാമ്പാന്ന് പറഞ്ഞിട്ട് അവർക്ക് ധൈര്യം കൊടുക്കുക. അധികം ആ പാമ്പ് കടിച്ച വ്യക്തിനെ അധികം നടത്തിക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് വിഷചികിത്സ ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. മറ്റൊരു വഴിയുമില്ല. അപ്പോൾ പിന്നെ ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർക്ക് പറയുന്നിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക. നമുക്കിപ്പോൾ പാമ്പ് കടിച്ചാൽ അവിടെ സോപ്പ് ഉപയോഗിച്ച്, അതായത് പാമ്പ് മാത്രമല്ല എല്ലാ ജീവിയും കടിച്ചാൽ അലക്ക് സോപ്പ്, അതായത് ബാർ സോപ്പ് ഉണ്ടല്ലോ, ആ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുക. പക്ഷെ പാമ്പ് കടിച്ചിട്ട് നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ് പിന്നെയും ബെറ്റർ. എന്താ വെച്ചാൽ നമ്മൾ അവിടെ കഴുകുന്ന സമയത്ത് അവിടെ മസാജ് ആവുകയും അവിടെ ഇപ്പം ബ്ലഡ് പ്രഷർ കൂടാൻ ചാൻസ് കൂടുതലാണ്. പാമ്പ് കടിച്ചാൽ കൂടുതൽ ശരീരം അനക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് ഏതാണോ അടുത്ത് വിഷചികിത്സയുള്ള ഹോസ്പിറ്റലിൽ അവിടെ എത്തിക്കുക. പിന്നെ കടിച്ച ഭാഗത്തിൻ്റെ മുകളിലായിട്ട് കെട്ടിയിടുക എന്ന് പറയും. ആ കെട്ടിയിടുന്നത് തെറ്റാണ്. മുറുക്കി കെട്ടിയാൽ അവിടുത്തെ കോശങ്ങളൊക്കെ നശിച്ചിട്ട് ആ കയ്യോ അല്ല കാലോ എവിടെയാണോ കടിച്ചത് ആ ഭാഗം തന്നെ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. നമുക്ക് കെട്ടാം. അത് ആ ഒരു ശരീരത്തിൽ എന്താ പറയുക ബ്ലഡ് പ്രഷറിൻ്റെ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് മേലെ ഒരു ചെറിയ മീഡിയം ലെവലിൽ കെട്ടി വെക്കാം.
അതെന്താണെന്ന് വെച്ചാൽ പക്ഷെ പണ്ട് മുതലേ നിങ്ങൾ പറഞ്ഞ നമ്മൾ പറയുന്ന കേട്ടത് നല്ല മുറുക്കിയിട്ട് ബ്ലഡ് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, ആ കടിച്ച വിഷം ഇറങ്ങിയ ബ്ലഡ് അങ്ങ് കയറാതെ വിധത്തിൽ മുറുക്കി കിട്ടണം അങ്ങനെ കെട്ടുന്ന സാഹചര്യത്തിലാണ്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് അവിടെ തന്നെ ക്ലോട്ടായി അവിടുത്തെ കോശങ്ങളൊക്കെ നശിച്ച് പിന്നീട് ആ ഒരു ഭാഗം മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഓരോ പാമ്പ് കടിച്ചാലും ഓരോ അവയവത്തിനെ ബാധിക്കുക. അണലി കടിച്ചാൽ കിഡ്നിക്കാണ് ബാധിക്കുക, മൂർക്കൻ ഹാർട്ടിനാണ് ബാധിക്കുക, വളർപ്പാൻ ബ്രെയിൻ ഡെത്താണ് സംഭവിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ആൻറ്റിവനം ആദ്യം നമ്മുടെ സിംറ്റംസിനനുസരിച്ചിട്ട് ആൻറ്റിവനം ചെയ്യുക. അത് ഒറ്റയടിക്കല്ല കൊടുക്കുക, ഓരോ ചെറിയ ഡോസ് വെച്ചിട്ട് ഓരോ സ്റ്റേജ് കൊടുത്തിട്ട് നോക്കുകയില്ല. ഈ ആൻറ്റിവനം എന്ന് പറയുന്നതും ഒരു പാമ്പിൻ്റെ വിഷത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പാമ്പ് കടി ഏൽക്കാത്ത ഒരാൾക്ക് ആൻറ്റിവനം കൊടുത്തിട്ടുണ്ടെങ്കിൽ മരപ്പെടും, അതും പാമ്പും വിഷം തന്നെയാണ്. പിന്നെ വെച്ചാൽ പൊതുവെ ആർക്കും അറിയാത്തൊരു കാര്യമാണ്, പാമ്പ് കടിച്ചാൽ ഗവൺമെൻറ്റിൽ നിന്ന് ധനസഹായമുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതാരും പറയുന്നു പൊതുവെ പൊതുജനങ്ങൾക്ക് അറിയില്ല. പാമ്പ് കടിച്ചാൽ 1 ലക്ഷം രൂപ വരെയുള്ള ധനസഹായമുണ്ട്. അതേത് കേരള ഗവൺമെൻറ്? അപ്പോൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ഡിഗ്രി വെച്ചിട്ട് അക്ഷയ മുഖാന്തരം നമുക്ക് അപ്ലൈ ചെയ്യണം. അത് പൊതുജനങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയില്ല. പാമ്പ് കടിച്ചാൽ മാത്രമല്ല, പാമ്പ് കടിച്ചാൽ ഇപ്പോൾ 1 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം, അതുപോലെ തന്നെ മരണപ്പെട്ടാൽ 2 ലക്ഷം രൂപ വരെ കിട്ടും. അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ മറ്റ് വന്യജീവികൾ എടുക്കുന്ന അപകടം പറ്റിയാലും 10 ലക്ഷം രൂപ വരെയൊക്കെ ചികിത്സാ സഹായം കിട്ടും. അപ്പോൾ ഈ പന്നിയൊക്കെ വന്ന് കുത്തി അപകടം പറ്റിയാൽ സർക്കാരിന് ധനസഹായമുണ്ട്, കിട്ടും. പൊതുജനങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയില്ല. ഇതൊക്കെ അറിയാത്തവർക്ക് ഒരുപാട് വലിയൊരു അറിവുകളാട്ടെ ഇതൊക്കെ. പിന്നെ ചിലപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരാൾക്കെല്ലാം ഒരു പാമ്പ് കടി ആയിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ വരെ വന്നേക്കാം. അവരൊക്കെ ഇതൊക്കെ ഉപകാരപ്പെടുന്നത് പിന്നെ ഇവരെ പോലുള്ള ആൾക്കാർ പറഞ്ഞ് അറിയുമ്പോഴാണ്. അപ്പോൾ ഈ അറിവ് നിങ്ങളെല്ലാവർക്കും ഒരു ഉപകാരമായി എന്ന് നമ്മൾ കരുതുന്നു. നിങ്ങൾ ചെറുപ്പത്തിലെ ഈ മൃഗങ്ങളോടും പക്ഷികളോടും താല്പര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. ചെറുപ്പത്തിൽ ഇതിലേക്ക് വരുന്നതിന് മുന്നേ എന്തെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? പാമ്പിനെയോ എന്തിനെങ്കിലും പിടിച്ചിട്ട്? ചെറുപ്പത്തിൽ പാമ്പിനെ പേടി തന്നെയാണ്. ചെറുപ്പത്തിലെ എല്ലാവരും കുട്ടികളോടെല്ലാം പറയില്ലേ പാമ്പ് വരും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെ മനസ്സിലും ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ പാമ്പിനെ എല്ലാവർക്കും പേടി തന്നെയാണ്. എനിക്കും ചെറുപ്പത്തിലേ പേടി തന്നെയാണ്. ഏകദേശം ഒരു 2015 ആ ഒരു സമയത്താണ് പാമ്പിനെ പിടിക്കുന്ന ഓരോ വീഡിയോയും കണ്ട് അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവത്തിനോട് കുറച്ച് കമ്പം വരാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ പാമ്പിനെ പിടിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് വിഷമില്ലാത്ത കുറച്ച് പാമ്പുകളൊക്കെ പിടിച്ചപ്പോൾ ആ ഒരു പേടി അങ്ങ് മാറി. പിന്നെ പാമ്പിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ നമ്മൾ പേടിക്കുന്നത് പാമ്പിനല്ല, മരണത്തെയാണ് നമ്മൾ പേടിക്കുന്നത്. കാരണം പാമ്പ് കടിച്ചാൽ മരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. അപ്പോൾ വിഷമില്ലാത്ത ഭൂരിഭാഗം പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ്. 70% പാമ്പുകളും വിഷമില്ലാത്തതാണ്. അപ്പം നമ്മളെന്തിനിങ്ങനെ പാമ്പിനെ പേടിക്കുന്നതെന്നുള്ള ആ രീതിയിൽ പിന്നെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങി. ആദ്യം പിടിച്ച പാമ്പ് ഏതാ ഓർമ്മയുണ്ടോ? ആദ്യം പിടിച്ച പാമ്പ് മണ്ണൂരി എന്ന് പറയുന്ന പാമ്പാണ്. മണ്ണൂരി ഇരുതലയം പാമ്പ് എന്നൊക്കെ പറയും. അത് തീരെ വിഷമില്ലാത്ത പാമ്പാണ്. ആദ്യമായിട്ട് കൈകൊണ്ട് തൊട്ട് അറിഞ്ഞത്. കൈകൊണ്ട് പിടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഞെട്ടം പോലെ എന്തോ പോലെ ഉണ്ടായില്ല. ഇല്ല ആദ്യമൊക്കെ ഒരു പാമ്പിനെ പിടിക്കുമ്പം ഒരു കുറച്ചൊരു നമുക്കൊരു മനസ്സിനുള്ളിലൊരു ഇതുണ്ടായിരുന്നു. പിന്നീട് അതിനെ തൊടാൻ കാരണം നല്ല ഒരു ഗ്ലൈസിങ് ആയിട്ടുള്ളൊരു നമ്മളെ മേത്തൊന്നും തൊടുന്നല്ലോ അതിന്റെ മേത്ത് പിടിക്കുമ്പോൾ ഉണ്ടാവുക. അതെന്താ വെച്ചാൽ പിന്നീട് ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചൊക്കെ പോകുമ്പോൾ ഏറ്റവും വൃത്തിയുള്ള ജീവി പാമ്പാണ്. മറ്റ് ജീവി ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ ഒരു അതിന്റെ ബോഡി ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ ഉള്ള ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആദ്യമായിട്ട് തൊടുന്നാക്ക് ഒരു കാരണം നമ്മളെ മൈൻഡിൽ ആ ഒരു ഇത് വെച്ചിട്ട് തൊടുമ്പോൾ ഉള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മളെ സാധാരണ ഒരു ഗ്ലാസ് തൊടുന്ന ഒരു ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് എന്താ പറയുക, അതിനുശേഷം നേരെ പിടിച്ചത് മൂർഖനെയാണ്. മൂർഖനെ പേടിക്കുമ്പം ആദ്യമൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് മൂർഖന്റെ സ്വഭാവം മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ മൂർഖനും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പോഴാണ് എന്താ പറയുക, ഫോറസ്റ്റിൻ്റെ ഒക്കെ കർശനമായ നിർദ്ദേശം പാമ്പിനെ ഷോ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ പാമ്പിനെ സേഫ്റ്റിയോടെ തന്നെ പിടികൂടണം എന്നുള്ളൊരു നിയമം ഒക്കെ വന്നതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ നായിനെയൊക്കെ റെസ്ക്യൂ ചെയ്യുന്നവരെ ഒരു പറയുന്ന കേട്ടിട്ടുണ്ട്, അവരെ കൈയിൻ്റെ സ്മെല്ലി നായി പിടിക്കും, അപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിക്കാൻ നിൽക്കില്ല, ഇങ്ങനെയുള്ള ആളാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതുപോലെ പാമ്പിന് അങ്ങനെ ഒരു ഇതുണ്ടോ?
ഇല്ല. ഇപ്പോൾ ഈ നായയുടെ കേസ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ നായ്ക്ക് ഒരു ആള് അടുത്തുണ്ടെങ്കിൽ അയാൾ പേടിക്കുന്നുണ്ടോ എന്ന് നായ്ക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു ഹോർമോൺ പുറപ്പെടുവിക്കും നമ്മളെ ശരീരത്തിൽ നിന്ന്. അത് നായ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ നായി നമ്മളെ പേടിപ്പിക്കും. നമ്മൾ പേടിക്കാതെ നായിൻ്റെ അടുക്ക് സമീപിക്കുന്നുണ്ട്, നായി നമ്മളെ കണ്ട് പേടിക്കും. അപ്പോൾ നായ്ക്ക് കണ്ട തിരിച്ചറിയുന്ന ഒരു ഇതെന്ന് വെച്ചാൽ അവർ പേടിക്കാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതെന്നേ ഉള്ളൂ. അല്ലാതെ അതിനായിട്ട് എന്താ പറയുക ഇത് നമ്മളെ സ്നേഹിക്കുന്ന ആളാന്നുള്ളൊരു ഇതൊന്നുമില്ല. അതിപ്പോൾ പാമ്പായാലും പാമ്പിനിപ്പം അറിയില്ലല്ലോ ഞാൻ പാമ്പിനെ പിടിക്കുന്ന ആളാന്ന് നമുക്കറിയില്ലല്ലോ, പാമ്പിനറിയില്ല. അതിൻ്റെ എന്തെങ്കിലും സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല. ഇല്ല ഇല്ല. പിന്നെ നിങ്ങളെ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ട്രെയിനിങ് കിട്ടുന്നതിന് മുന്നേ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നു. ട്രെയിനിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് ഒന്നും? അത് കഴിഞ്ഞിട്ടിന് ശേഷമാണ് ഫോറസ്റ്റിൻ്റെ ഇതിൽ ലൈസൻസിൻ്റെ ഇതിൻ്റെ ട്രെയിനിങ്. ഇതിന് ലൈസൻസ് ഒക്കെ വേണം. ലൈസൻസ് വേണം. ഫോറസ്റ്റിൻ്റെ സർട്ടിഫൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ പാമ്പിനെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ശിക്ഷാർഹമാണ്. അപ്പോൾ പിടിച്ച പാമ്പിന് നിങ്ങൾ അവിടെ കൊണ്ടുപോയി സംരക്ഷിച്ച് എന്തെങ്കിലും മുറിവോ ചതവലുള്ള എന്തെങ്കിലും നിങ്ങൾ സംരക്ഷിച്ച് അത് ഭേദമായതിനു ശേഷം വിടുക എന്ന് പറഞ്ഞു കാട്ടിലേക്ക്. അതെ അതെ. അപ്പോൾ അതുവരെ അവിടെ പിന്നെ എന്തിലാണ് ഇതിനെ സൂക്ഷിക്കുക? പാമ്പിനെ ഇപ്പം മുമ്പൊക്കെ നമ്മൾ പാമ്പിനെ പിടിച്ചാൽ ബോട്ടിലാണ് ആക്കുന്നത്. ഇപ്പം എന്താ വെച്ചാൽ ഈ അടുത്തൊരു ഉത്തരവാദ കേസ് നടന്നിട്ടുണ്ട്. ആ ഒരു കേസിന് ശേഷം പാമ്പിനെ ബോട്ടിലേക്ക് ആക്കാൻ പാടില്ല ഒരു നിയമം വന്നു. അതായത് ഒരു പൈപ്പിലോ അല്ലെങ്കിൽ തുണിസഞ്ചി പോലത്തെ ഒരു ബാഗിലോ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരു മുറിവോ എന്തെങ്കിലും പരിക്കേറ്റിയ പാമ്പുണ്ടെങ്കിൽ അതിനെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് ആ ഒരു ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് തുണിസഞ്ചി അല്ലെങ്കിൽ പൈപ്പിൽ അതിൻ്റെ അകത്ത് തന്നെ ആക്കുകയില്ല. അതിൽ അപ്പോൾ പുറത്ത് ഇറക്കൂല? ഇല്ല, പുറത്തിറക്കത്തില്ല. അപ്പോൾ അതിന് ഭക്ഷണം ഇതൊക്കെ എങ്ങനെ നമ്മൾ ഭക്ഷണം പാമ്പിന് ഡെയിലി നമ്മളെപ്പോലെ ഡെയിലി ഭക്ഷണം വേണ്ട. അവർ മാസത്തിൽ ഒരു തവണ അവർക്ക് വിശക്കുമ്പോൾ മാത്രമേ അവർ ഭക്ഷണം കഴിക്കൂ. മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ അങ്ങനെയൊക്കെ ഭക്ഷണം അങ്ങനെ കഴിക്കും. അതുവരെ പിന്നെ സർവൈവ് ചെയ്യാനുള്ള ഇതുണ്ട്. ഒരു ഇപ്പോൾ ഒരു എന്താ പറയുക പെരുമ്പാമ്പൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു 2 പൂച്ചനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെരുമ്പാമ്പിന് ഒരു 2 മാസത്തേക്ക് ഒന്നും വേണ്ട. അതാണ് ഈ പെരുമ്പാമ്പ് വരെ എടുത്തോലെന്ന് പറയുന്നത്. അതെ അതെ. പെരുമ്പാമ്പ് ഇര എടുത്തോലെന്ന് പറയുന്നത് എന്താ വെച്ചാൽ പെരുമ്പാമ്പ് ഇര എടുത്തു കഴിഞ്ഞാൽ വേരിൻ്റെ ഉള്ളിലൊക്കെ പോയി ഇതായി നിൽക്കുന്ന പറയുന്നത് അത് ദഹിക്കാൻ വേണ്ടിയിട്ട് അത് എന്താ പറയുക അതിൻ്റെ എല്ലുകളൊക്കെ നുടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും. കാരണം പെരുമ്പാമ്പ് ഫുൾ മസിലാണ്. ആ മസിൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പെരുമ്പാമ്പ് പൊള്ളയാണെന്ന് വിചാരിക്കും. ആൾക്കാർക്ക് കൂടുതലുള്ള തെറ്റിദ്ധാരണയാണ് അത്. അപ്പോൾ ഈ പെരുമ്പാമ്പിൻ്റെ ഈ കാണുന്ന ഈ പൊള്ളയല്ലാതെ അത് ഫുള്ളും മസിലാണ്. ആ പെരുമ്പാമ്പ് നമ്മളത് കൈക്ക് ചുറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കൈയുടെ എല്ല് വരെ പൊട്ടിക്കാനുള്ള ശക്തി അതിനുണ്ട്. അത്രയും പവറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പെരുമ്പാമ്പ് ഒരു മാളത്തിനകത്ത് അതിൻ്റെ തലയും ഏകദേശം ഈ ഒരു ഭാഗം വരെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 ആൾ പിടിച്ച് വിളിച്ചാലും പെരുമ്പാമ്പിന് കിട്ടൂല. പെരുമ്പാമ്പ് അവിടെ കുടുങ്ങി വെക്കും നമ്മൾ എത്ര വിളിച്ചാലും. കാരണം പെരുമ്പാമ്പ് അത്രയും മസിൽ പവറുള്ള ഒരു പാമ്പാണ്. പിന്നെ നിങ്ങൾ കുറേ പാമ്പുകളായി ഒരു 5 വർഷമായി എന്നല്ല പറഞ്ഞ 7 വർഷത്തിന് മേലെയായി. അപ്പോൾ ഇതിനിടക്ക് പിടിച്ച ഏറ്റവും വിഷമുള്ള പാമ്പ് ഏതാണ്? ഏറ്റവും വിഷമുള്ള പാമ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്പർ 1 വിഷത്തിൽ നമ്പർ 1 വളയർപ്പാൻ എന്ന് പറയുന്ന പാമ്പാണ്. അതിന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല. വിഷത്തിൽ നമ്പർ 1 വളയർപ്പാൻ. രാജവെമ്പാലയല്ല, രാജവെമ്പാല ഏറ്റവും നീളം കൂടിയ വിഷമുള്ള പാമ്പ് എന്നേ ഉള്ളൂ. അങ്ങനെയാണ്. വിഷം വളയർപ്പാനാണ് ഇന്ത്യയിൽ നമ്പർ 1 വിഷം. രാജവെമ്പാല കിങ് കോബ്ര എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നീളം കൂടിയ വിഷപ്പാമ്പാണ് കിങ് കോബ്ര എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു ഇതിനെ കണ്ടുന്നായിരിക്കും ആദ്യം നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു പാമ്പിനെ കണ്ട് അപ്പോൾ നമ്മൾ സാധാരണ പണ്ട് മുതലേ പറയുന്ന കേട്ടിട്ടുണ്ട് എണ്ണ പിന്നെ ഒഴിച്ചാൽ പാമ്പ് പിന്നെ വീട്ടിലേക്ക് വരില്ല. അതെ, അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പഴമക്കാർ ഉണ്ടാക്കി വെച്ചൊരു ഇതാണത്. എന്താ വെച്ചാൽ മണ്ണെണ്ണ, വെളുത്തുള്ളി, കായം ഇതൊക്കെ ആക്കിയാൽ പാമ്പ് അവിടെ വിട്ട് പോകുന്നുള്ളത്. ഒരിക്കലും പാമ്പ് അവിടെ വിട്ട് പോകത്തില്ല. എന്താ വെച്ചാൽ മണ്ണെണ്ണയാക്കിയാൽ പാമ്പിൻ്റെ ദേഹത്ത് മണ്ണെണ്ണയാക്കിയാൽ പൊള്ളുന്നേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒരു കാര്യമില്ല. പിന്നെന്താ വെച്ചാൽ മണ്ണെണ്ണയാക്കിയാൽ പാമ്പ് ഏറ്റവും വേഗം എവിടെയാണോ ഉള്ളത് അവിടുന്ന് ഒളിച്ച് നിൽക്കുക. പെട്ടെന്ന് ഹൈഡ് ചെയ്യാനേ നോക്കും. പെട്ടെന്ന് ഒളിച്ച് നിൽക്കും. അവിടുന്ന് അവർ പുറത്തിറങ്ങില്ല. അപ്പോൾ ആൾ വിചാരിക്കും പാമ്പ് പോയി. പ്രത്യക്ഷത്തിൽ പോയിന്നുണ്ടാവും, പരോക്ഷമായിട്ട് അത് പോകുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പാമ്പിന് ഒന്ന് കേൾവി ശക്തിയില്ല, കാഴ്ചശക്തി ഉണ്ട്. ഒരു 2 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനായിട്ട് കാഴ്ചശക്തി ഉണ്ട്.
പാമ്പ് സഞ്ചരിക്കുന്നത് നാവ് നീട്ടിയിട്ടാണ്. ആ അത് എല്ലാ പാമ്പും നീട്ടും. ചില ആൾക്കാർ പറയുന്നത് ചേര മാത്രമേ നാവ് കിട്ടും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എല്ലാ പാമ്പും നാവ് കിട്ടും. നാവ് നീട്ടിയിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. നാവ് നീട്ടി സെൻസ് അറിയും. അതായത് നാവ് നീട്ടി അത് സെൻസ് അറിഞ്ഞ് അത് ബ്രെയിനിലേക്ക് മെസ്സേജ് കൊടുക്കും. അത് ഇണയെ തിരിച്ചറിയാനും ഇരയെ തിരിച്ചറിയാനും അന്തരീക്ഷത്തിലെ ചൂടും തണുപ്പും എല്ലാം തിരിച്ചറിയുന്നത് നാവ് നീട്ടിയിട്ടാണ്. അപ്പോൾ ഈ മണ്ണെണ്ണയുടെ ഒരു സ്മെല്ല് അതിൻ്റെ ആ ഗ്രഹണശക്തി നഷ്ടപ്പെടുത്തും. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഓവർ സെൻറ്റൊക്കെ അടിച്ചിട്ട് ഒരാൾ അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസിയും അതുപോലെ തന്നെ തലവേദന ഇതൊക്കെ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെയായിരിക്കും പാമ്പ്. പാമ്പ് ഫുൾ വയലൻ്റ് ആയിരിക്കും. ആ സമയത്ത് കടിയേൽക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു വയലൻ്റ് ആയ ഒരു വ്യക്തി എങ്ങനെ പ്രതികരിക്കും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതേപോലെ തന്നെ പാമ്പ് കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പിന്നെ വെളുത്തുള്ളി കായം, ഇതിനെ കൊണ്ട് ഒരു കാര്യമില്ല. വെളുത്തുള്ളിയുടെ മുകളിലൂടെയും പാമ്പ് വരും, കായത്തിൻ്റെ കൂടെയും പാമ്പ് വരും. അതിനെ കൊണ്ടൊന്നും ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഈ പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ പാമ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വീടും പരിസരം വൃത്തിയാക്കുക. അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം എലി എത്തിപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് പാമ്പ്. എലി തവള ഇതൊക്കെ ഉള്ളതുകൊണ്ട്. തവള എത്തിപ്പെടാതിരിക്കാൻ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. തവള ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഉള്ളതാണ്. പക്ഷേ എലിയുടെ പിറകെയാണ് കൂടുതലും പാമ്പ് വരുന്നത്. ഈ എലി അകത്തുണ്ടാകുമ്പോഴാണ് പാമ്പ് അകത്തേക്ക് കയറി വരുന്നത്. അല്ലെങ്കിൽ എലി അകത്തേക്ക് ഓടി വരുമ്പോൾ അതിൻ്റെ പിറകെ ഓടിക്കയറുമ്പോഴായിരിക്കും പാമ്പ് അകത്തെത്തിപ്പെടുന്നത്. അപ്പോൾ ഈ എന്താ വെച്ചാൽ ഈ വീടിന് കൂടുതൽ ആൾക്കാരും അടുക്കള വേസ്റ്റൊക്കെ, അതായത് ഭക്ഷ്യാവശിഷ്ടങ്ങളൊക്കെ അടുക്കള പുറത്തിടും. അടുക്കള പുറത്തിട്ട് കഴിഞ്ഞാൽ അത് കഴിക്കാൻ എലി വരും. എലി അവിടെ തന്നെ മാളാക്കിയിട്ട് അവിടെ തന്നെ താമസമൊക്കെ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പാമ്പ് വരും. എലി എത്തിപ്പെടാവുന്ന സാഹചര്യം ഇല്ലാതൊക്കെ തന്നെ മാക്സിമം നമുക്ക് പാമ്പിൻ്റെ ഇത് എത്തിപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കാം. ഇപ്പോൾ അധികം പറഞ്ഞു കേൾക്കുന്ന ഈ കമ്പോസ്റ്റൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി എല്ലാവരും പിന്തുടരുന്നത് നല്ലത്. അതാണ് നല്ലത്. കാരണം അലക്ഷ്യമായിട്ട് ഭക്ഷ്യാവശിഷ്ടങ്ങൾ പുറത്തിടുന്നത് നമുക്ക് മറ്റു രോഗങ്ങളൊക്കെ വരുത്തുക ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാമ്പിനെ കണ്ടാൽ നിങ്ങളെ നമ്മൾ പിന്നെ കോണ്ടാക്ട് ചെയ്തു, നിങ്ങളെ വിളിച്ച്, അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നമ്മളിപ്പോൾ അധികം ആൾക്കാരും വിളിച്ചാൽ ആ സമയത്ത് വിളിച്ചാൽ നമ്മൾ അധികം ആൾക്കാരോടും പറയുന്നത് പാമ്പ് ആദ്യം അവിടെ തന്നെ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തലാണ്. ശരിക്കും നമ്മളെ മോണിറ്റർ ചെയ്ത് നിൽക്കണമല്ലോ അവിടെ. അതെ. പാമ്പ് അവിടെ ഇല്ല. അധിക സ്ഥലത്തും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഒരു സ്ഥലത്ത് അവർ ജസ്റ്റ് പാമ്പിനെ കണ്ടതിന് ശേഷം അവർ പിന്നെ ആ പാമ്പിനെ നോക്കത്തില്ല. അവർ നമ്മളെ വിളിച്ച് നമ്മൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ വന്നിട്ടാകുമ്പോൾ വെറുതെ വരതും. കാരണം പാമ്പ് അതുവഴി അങ്ങ് പോയായിരിക്കും. അങ്ങനെ കുറേ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു ഇത് നമ്മൾ അധികം ആൾക്കാരോടും പറയുന്നത് വെച്ചാൽ പാമ്പ് അവിടെ തന്നെ ഉണ്ടോയെന്ന് ആദ്യം ഉറപ്പ് വരുത്തും. ഒന്നുകിൽ ഒരു ഫോട്ടോ വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോ അയക്കാൻ പറയും. അതല്ലെങ്കിൽ പാമ്പിനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നോക്കി നിൽക്കാൻ പറയും. അധികം ആൾക്കാരും അങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് പാമ്പിനെ കിട്ടലുണ്ട്. പിന്നെ നിങ്ങൾ പാമ്പിനെ പിടിച്ചു എന്ന് പറഞ്ഞു, കുറേ വിഷമുള്ള പാമ്പിനെല്ലാം പിടിച്ചിട്ടുണ്ടാവും. അതെ. ഈ പാമ്പിനെ കൂടാണ്ട് വേറെ എന്തൊക്കെ ജീവിനെ പിടിച്ചിട്ടുണ്ട്? പാമ്പിനെ കൂടാതെ എല്ലാ ജീവികളും, അതായത് പൂച്ച, പട്ടി, അതുപോലെ തന്നെ മുള്ളംപന്നി, ഉടുമ്പ്, എന്താ പറയുക, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാ ജീവികളും നമ്മൾ സംരക്ഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ മുള്ളംപന്നീനെല്ലാം പിടിച്ചാൽ വലിയ കൂട് വേണ്ടേ? അപ്പോൾ എങ്ങനെ നിങ്ങൾ അതിനെ സംരക്ഷിക്കും? അതെ, മുള്ളംപന്നി പരിക്ക് പറ്റിയ മുള്ളംപന്നി ആണെങ്കിൽ അതിനെ പരിക്ക് ഭേദമാക്കിയിട്ട് നമ്മളതിനെ റിലീസാക്കും. ബാക്കിയുള്ള മുള്ളംപന്നിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കെണി വെച്ചിട്ട് പിടിക്കും. കാരണം മുള്ളംപന്നീനെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് നമുക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമേ അതിനെ പിടികൂടേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മളെല്ലാവരുടെ പറമ്പത്തും മുള്ളംപന്നി ഉണ്ടാവും. അതിനെ നമ്മൾ പിടികൂടേണ്ട ആവശ്യമില്ല. അതിന് പരിക്ക് പറ്റിയ സാഹചര്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അതിനെ പിടികൂടൂ. ഈ ഈഗിളായി തുടങ്ങിയത് ആരാണ്? ഈഗിളൈ എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങിയത് നമ്മളെ മുണ്ടേരി, കണ്ണൂർ മുണ്ടേരി ഉള്ള രഗ്നേഷ് മുണ്ടേരി എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു സംഘടന തുടങ്ങിയത്. പുള്ളി ഏകദേശം ഒരു 8 വർഷത്തോളമായി ഈഗിളൈ തുടങ്ങിയ ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ നടന്നു വരുന്നത്. അദ്ദേഹം അതിന് തുടക്കം ഇട്ടത്. അതിനുശേഷം നിങ്ങളെപ്പോലുള്ള യുവാക്കൾ ഒരുപാട് വന്നു ചേർന്നത്. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ പണ്ടേ പറയുന്ന കേൾക്കാം, ഈ പെരുമ്പാമ്പിൻ്റെ നെയ്യ് എടുത്താൽ അത് ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ്. അത് ഇതുപോലെ കീറിയിട്ട് അതിൻ്റെ നെയ്യ് എടുത്തിട്ട് തുന്നിക്കെട്ടി വിട്ടാൽ ജീവിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതും ഒരു പഴമക്കാർ പറയുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താ വെച്ചാൽ പെരുമ്പാമ്പിനെ കീറിയിട്ട് അതിൻ്റെ നെയ്യ് എടുത്തിട്ട് പെരുമ്പാമ്പിനെ വിട്ടയച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി മൂടുന്നുണ്ട്. ഒരിക്കലും അത് മൂടത്തില്ല. ഇല്ല, അത് പിന്നെ മരിച്ചു. അത് പിന്നെ അവിടെ ഉറുമ്പൊക്കെ അരച്ചിട്ട് അത് പാമ്പ് ചത്തുപോയി. കാരണം ആ കീറിയ സ്ഥലത്ത് അവിടുത്തെ ന്യൂറോണും കോശങ്ങളൊക്കെ നശിച്ചു. പിന്നീട് അതൊരിക്കലും ജോയിൻ്റ് ആവില്ല. അപ്പോൾ പെരുമ്പാമ്പ് അവിടെ മരിക്കുകയോ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ അധികം ആൾക്കാരും ഇതിനെ കറി വെക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അതൊന്നും പറഞ്ഞ കേസല്ലേ? കേസാണ്.
പെരുമ്പാമ്പിനെ പിടികൂടുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ കറി വെക്കാൻ യൂസ് ചെയ്യുന്നത് കൊണ്ടും നെയ്യെടുക്കുന്നതൊക്കെ ഇപ്പം വളരെയധികമാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അത് പലരും ചെയ്യുന്നതായിട്ട് അറിവുണ്ട്. അത് ചെയ്തവരൊക്കെ ഇന്ന് പിടിയിലായിട്ടുമുണ്ട്. അപ്പോൾ അതുപോലുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളൊരു അവയർനെസ് കൊടുക്കും, ക്ലാസ്സുകൾ കൊടുക്കും, സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ് കൊടുക്കും. അതുപോലെ തന്നെ ഓരോ വായനശാലയുടെയും അതുപോലത്തെ ഓരോ പ്രോഗ്രാമുകൾക്ക് ക്ലാസ് കൊടുക്കും. പത്രങ്ങളിൽ ഓരോ അവയർനെസ് ഒരു പേജ് അങ്ങനെ കൊടുക്കും. എന്താ വെച്ചാൽ പാമ്പിനോടുള്ള കുറേ ജനങ്ങൾക്കുള്ള കുറേ തെറ്റിദ്ധാരണ ഇതൊക്കെ മാറി കിട്ടും. പിന്നെ ഇതിൻ്റെ ഓരോ പാമ്പും എന്താ പറയുക സംരക്ഷിക്കേണ്ടതാണ്. അതിനെ പിടികൂടിയാൽ ഇന്ന് കുറ്റവാളിയാണെന്ന് ജനങ്ങൾ അറിയണം. ഏത് പാമ്പിനെ നമ്മൾ പിടിച്ച് ഉപദ്രവിച്ചാലും കുറ്റകാരം തന്നെയാണ്. അത് മാത്രമല്ല ഏത് വന്യജീവിനെയായാലും ഉപദ്രവിച്ചാലും വലിയ കുറ്റം തന്നെയാണ്. ഈ വവ്വാലൊക്കെ പ്രകൃതിക്ക് ആവശ്യമുള്ള സാധനം തന്നെയല്ലേ? അതുവഴി പരാഗണം നടക്കുന്നില്ലേ? വവ്വാല് വഴി പരാഗണം നടക്കുന്നുണ്ട്. കാരണം വവ്വാല് വഴി പരാഗണം നടക്കുന്നത് വലിയ വലിയ മരങ്ങളൊക്കെ നിലനിൽക്കുന്നത് വവ്വാല്, തേനീച്ച, കടന്നൽ ഇതുകൊണ്ടാണ് ഈ ഒരു മരങ്ങളൊക്കെ പരാഗണം നടക്കുന്നത്. നമ്മുടെ ചെറിയ ചെടികളൊക്കെ പൂമ്പാറ്റ വഴി നടക്കുന്നുണ്ട്. മരങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ വവ്വാലും തേനീച്ച, കടന്നൽ ഇതൊക്കെ വരണം. അപ്പോൾ ഈ തേനീച്ചൻ്റെയും കടന്നലിനെയും പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു 2-3 ദിവസം മുന്നേ പേപ്പറിൽ നിങ്ങളൊരു തേനീച്ചനെ മയിൽ സ്കൂളിൽ നിന്ന് പിടിച്ചിട്ട് അത് നിങ്ങൾ തന്നെയല്ലേ? അതെ. അതപ്പോൾ പിന്നെ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ എന്തായാലും നമ്മളെ എന്തായാലും കിട്ടൂലേ? കുത്ത് കിട്ടാതെ നമ്മൾ ശ്രമിക്കണം. കുത്ത് കിട്ടിയാൽ ഒരു തേനീച്ച എന്ന് വെച്ചാൽ പെരുന്തേനീച്ചയൊക്കെ ആണെങ്കിൽ ഒരു 5-6 കുത്ത് കിട്ടിയാൽ മരണം വരെ സംഭവിക്കാം. അതേ സ്ഥാനത്ത് കടന്നലൊക്കെ ആണെങ്കിൽ ഒരു 1-2 കുത്ത് കിട്ടിയാൽ നമുക്ക് പ്രതിരോധശേഷി ഇല്ലെങ്കിൽ പെട്ടെന്ന് മരണം സംഭവിക്കും. ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്താൻ പറ്റിയില്ലെങ്കിലൊക്കെ പാമ്പിനെ പോലെ തന്നെ അപകടകാരിയാണ് തേനീച്ചയും കടന്നലും. തേനീച്ചനെക്കാട്ടിയും കുറച്ചും കൂടി കൂടുതലുള്ളത് കടന്നലാന്ന് തോന്നുന്നു. കടന്നലാണ്. തേനീച്ചയും അതുപോലെ തന്നെ 5-6 കുത്ത് കിട്ടിയാൽ മതി. ഇപ്പം അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ 5 വേണ്ട. അപ്പോൾ ഈ സാധനം ഇങ്ങനെ തന്നെ എടുത്തിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയാൽ അപ്പാടെ തന്നെ അതിനെ കൊണ്ടുപോകും അവിടുന്ന്? അവിടുന്ന് നമ്മൾ എടുക്കുന്നത് രാത്രി ആയിരിക്കും. രാത്രി ഒരു 8-9 മണിക്ക് ശേഷമായിരിക്കും എടുക്കുക. കാരണം ജനങ്ങളൊക്കെ ഒന്ന് അടങ്ങിയ ശേഷം വെളിച്ചൊക്കെ ഓഫായതിനു ശേഷമാണ് എടുക്കുക. ആ സമയത്ത് എടുത്ത് സ്പോട്ടിൽ തന്നെ നമ്മളതിനെ കാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ റീപ്ലേസ്മെൻറ്റ് ചെയ്യും. നമ്മൾക്കിപ്പോൾ തേനീച്ച, കടന്നലൊക്കെ പൊതുവെ പലരും കത്തിക്കുന്നുണ്ട്. കാരണം കത്തിക്കുന്നത് ഇതിപ്പോൾ അതിൻ്റെയൊക്കെ വംശാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈഗിൾ ഐ കണ്ണൂർ ജില്ലയിൽ, എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ നമ്മളെ ഈ ഒരു സംഘടന മാത്രമേ ഉണ്ടാവും. ഈഗിൾ ഐ എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന മാത്രമേ ഉണ്ടാവും കടന്നലിനെയും തേനീച്ചനെയും ജീവനോടെ സംരക്ഷിക്കുന്നത്. അത് അത്രയും ഡേഞ്ചർ ആയതുകൊണ്ട് എല്ലാവരും അതിനെ നശിപ്പിച്ച് കത്തിച്ച് കളയുക ചെയ്യുന്നത്. അപ്പോൾ അജയ് ബ്രോ, നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ എവിടെയും പോയിട്ട് നിങ്ങൾ പിന്നെ ഇതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ എന്നാണ് ചെയ്യേണ്ടത്? നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമ്പറൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റൂലേ? വീഡിയോയിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വഴിയിൽ നമ്പർ കിട്ടും. അതുപോലെ തന്നെ ഇപ്പം കേരള ഫോറസ്റ്റിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സർപ്പ എന്ന് പറഞ്ഞിട്ട്. ആ ആപ്ലിക്കേഷൻ വഴിയും നമ്മളെ ബന്ധപ്പെടാം. ആ ആപ്ലിക്കേഷൻ വഴി നമുക്കിപ്പോൾ അത് പാമ്പിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയൊരു ആപ്പാണ്. ഒരു പാമ്പിനെ കണ്ടാൽ അതിൻ്റെ അകത്ത് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഏത് പാമ്പാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള റെസ്ക്യൂർ ആരാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ആപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലൊരു പാമ്പിനെ കണ്ട് വിളിച്ച് നിങ്ങളതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയോ അല്ല എന്തെങ്കിലും തരേണ്ടി വരുമോ? അത് എന്താ വെച്ചാൽ നമുക്ക് അങ്ങനൊരു ചാർജ് നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല. ചങ്ങായിമാരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഇവരെ പോലുള്ളവർക്ക് നമ്മൾ ഒരു ചെറിയൊരു സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മളെ കൊണ്ട് എന്തായാലും അതിനെ പിടിക്കാൻ കഴിയില്ല. പിന്നെ തച്ച് കൊല്ലലാണ് അടുത്ത ഒരു ഓപ്ഷൻ. അതെന്തായാലും ഒരു ശരിയായ രീതിയല്ല. ഇവരെ പോലുള്ളവർക്ക് ഒരു വണ്ടിക്ക് എണ്ണയടിക്കാനുള്ള ഒരു ചാർജെങ്കിലും കുറഞ്ഞത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഈ ഫോറസ്റ്റിലേക്ക് പിന്നെ ഇതിനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേറെ എന്തെങ്കിലും രേഖയാണെങ്കിലും ഉണ്ടാക്കേണ്ട? ഫോറസ്റ്റിൽ ഇതിന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നില്ല. ഇല്ല, നമ്മൾ തന്നെ പിടികൂടി ഡയറക്റ്റ് നിങ്ങൾ തന്നെ കാട്ടിലേക്ക്. എവിടെയാണ് ഇതിനെ കൊണ്ടുവിടുക? ഉൾക്കാട്ടിൽ ജനവാസ മേഖല അല്ലാത്ത സ്ഥലത്താണ് വിഷപ്പാമ്പുകൾ എല്ലാം കൊണ്ടുവിടുക. അതല്ലാത്ത വിഷമില്ലാത്ത പാമ്പുകളൊക്കെ നമ്മളെ തൊട്ടടുത്ത് തന്നെ വിടാം.
കാരണം അതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ജനങ്ങൾക്ക് വീതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരു വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ കുറച്ച് ദൂരേക്ക് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ഒരു വീട്ടിൻ്റെ ചുറ്റുമതിലിനകത്തുണ്ടെങ്കിൽ മാത്രം അതിനെ പിടിച്ചിട്ട് പുറത്തിടാനേ അനുമതിയുള്ളൂ. ജനങ്ങൾ അവിടുത്തെ വീട്ടുകാർക്ക് വീതി ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾ ഇത്രയും പാമ്പുകളെയും മൃഗങ്ങളെയും തേനീച്ചേനെയും ഒക്കെ പിടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കാൻ പാടണമെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ ഏതിൻ്റെങ്കിലും അടുത്ത് നിങ്ങൾക്ക് കടിയോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കടി ഇതുവരെയായിട്ട് വിഷപ്പാമ്പുകളുടെ കടിയൊന്നും കിട്ടിയിട്ടില്ല. കാരണം ശ്രദ്ധയോടെ പിടിക്കുന്നത് കൊണ്ട് വിഷപ്പാമ്പുകളുടെ കടിയൊന്നും കിട്ടിയില്ല. വിഷമില്ലാത്ത പാമ്പുകളുടെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കെയർലെസ് ആയിട്ട് പിടിക്കുന്നുണ്ടായിരിക്കും, വിഷം ഇല്ലാന്ന് വിചാരിച്ചിട്ട് പിടിക്കുന്നുണ്ടായിരിക്കും. എല്ലാം കെയർലെസ് ആയിട്ട് പിടിക്കാറില്ല, എല്ലാം കെയർ ആയിട്ട് പിടിക്കാറുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ വിഷമില്ലാത്ത പാമ്പിനെ പിടിക്കുമ്പോൾ ഒരു ധൈര്യത്തിൽ കെയർലെസ് ചെയ്യില്ല എന്തായാലും. കാരണം കടി കിട്ടിയാലും ആ കടിയും പേടിയാണ്, വേദന ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ പിടിക്കുന്ന സമയത്ത് എങ്ങനെയാലും ഒരു കടി കിട്ടും, വിഷമില്ലാത്ത പാമ്പ് എടുക്കും. ഈ മെരു പോലത്തെ സാധനത്തിന് നിങ്ങൾ പിടിക്കലുണ്ടാവില്ലേ? അധികം അത് കടിക്കും, ഭയങ്കരമായിട്ട് കടിക്കുന്ന സാധനമല്ലേ? കടിക്കൂലേ? മെരു കടിക്കും. അത് നമ്മളിപ്പോൾ അധികവും നമുക്ക് അങ്ങനെ ഒരു കോള് വരുത്തുന്നുണ്ട്. ഈ സീലിങ്ങിൻ്റെ ഉള്ളിൽ ഒരു പ്രസവിച്ചിട്ട്, ഈ കല്ലുണ്ണി എന്ന് പറയുന്ന സാധനം പ്രസവിച്ചിട്ട് കുട്ടികളൊക്കെ ആയിട്ട്, അപ്പോൾ അവിടെ സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവും, വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്യാൻ പോകും. മെരുവിനെ പിടിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുപോയി വിടും. അപ്പോൾ ഈ കുട്ടികളുണ്ടാവും കൂടുതൽ അത് പ്രകോപിതമായിട്ട് കടിക്കാൻ വേണ്ടി വരുമല്ലേ? കടിക്കാൻ വേണ്ടി വരും. അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കടിയിട്ടില്ലല്ലേ? ഇല്ല. നമ്മളിപ്പം എന്താ പറയുക, എല്ലാ ജീവികളും സംരക്ഷിക്കുന്നതുകൊണ്ട് ഒരു ജീവിനും പ്രത്യേകിച്ച് പാമ്പിനെ കോള് കൂടുതൽ വരുന്നതുകൊണ്ട് എല്ലാവരും പാമ്പ് പിടുത്തക്കാരെന്നുള്ളൊരു ഒരു പേരാണ് വരുന്നത്. കാരണം പാമ്പ് പിടുത്തക്കാരെന്ന് പറഞ്ഞാൽ, ഇപ്പൊ തവള പിടുത്തക്കാരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തവളേനെ കശാപ്പ് ചെയ്ത് തിന്നുന്നവരെയാണ് തവള പിടുത്തക്കാരെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ പാമ്പ് പിടുത്തക്കാരെന്ന് പറഞ്ഞാൽ അതുപോലെ പാമ്പ് പിടുത്തക്കാരനല്ല, പാമ്പ് സംരക്ഷകനാണ്. അതെ, പാമ്പ് സംരക്ഷകൻ എന്നാ ഇനി മുതൽ പറയണ്ട കേട്ടോ. ഞാൻ പറയാം, നമ്മളും പാമ്പ് പിടുത്തക്കാരനാന്ന് ഇത്ര വരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാമ്പിനെ സംരക്ഷിക്കുന്ന പാമ്പ് സംരക്ഷകൻ, പാമ്പുകളിൽ തോഴനാണ് അല്ലേ? പാമ്പും വന്യജീവി വന്യമൃഗങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ നാട് എന്നേ നശിച്ചു പോയിട്ടുണ്ടോ? പ്രകൃതിയെ നശിക്കാതെ ഇങ്ങനെ സംരക്ഷിക്കാൻ ഇങ്ങനെ കുറച്ച് കൂട്ടുകാരികൾക്ക് ഇങ്ങനെ കുറച്ച് കൂട്ടായ്മകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ നാട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ നിങ്ങളെ ഈ ഈഗിളൈനെ പറ്റി പറഞ്ഞു, ഈഗിളയിൽ ഇപ്പോൾ എത്ര മെമ്പർമാരുണ്ട്? ഈഗിളയിൽ ഇപ്പോൾ 20ഓളം മെമ്പറുണ്ട്. എല്ലാം ഈ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരാണ്? എല്ലാം കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരാണ്. നമ്മളെ ഈ അടുത്തുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തുണ്ട്? പല ഭാഗത്ത്. ഉദയഗിരി, അതായത് ആലക്കോട് ഉദയഗിരിയിൽ ഉണ്ട്, പിന്നെ നമ്മുടെ മയ്യിൽ, അങ്ങനെ ഓരോ ഭാഗത്തുള്ളതായിട്ട് കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ഒരു മെമ്പറുണ്ട്. ഇപ്പം ഈ അടുത്തൊരു നിങ്ങൾക്ക് വന്നൊരു കോള്, അതായത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് സാധിക്കില്ലായിരിക്കും, നിങ്ങൾ സഹായം തേടിയ ഇവരൊക്കെ നിങ്ങളുടെ കൂടെ വരുമല്ലേ? എനിക്കിപ്പം ആദ്യം നമുക്കിപ്പോൾ സിറ്റുവേഷൻ നമുക്ക് അവിടെ പോയാലേ കഴിയും. പാമ്പിൻ്റെ കോളാണെങ്കിൽ ഞാൻ അധികം പാമ്പിൻ്റെ കോളിൽ ഞാൻ അധികം ഒറ്റക്കേ പോക്കുള്ളൂ. കാരണം അതിൻ്റെ കൂടെ വേറൊരാളെ സഹായം എനിക്ക് ആവശ്യമില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. കാരണം ചിലപ്പം പൈപ്പില്ലെങ്കിൽ ഫ്രെയിം വെച്ച് ബാഗ് വെച്ച് പിടിക്കുന്നതാണെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പിടിക്കാം. അതുപോലെ തന്നെ മറ്റ് കിണറിലുള്ള പൂച്ച കിണറിൽ കരയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതും ഒറ്റക്ക് റെസ്ക്യൂ ചെയ്യാം. അതല്ലാതെ പൂച്ച കിണറിൻ്റെ അടിയിൽ പടയൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് ഇറങ്ങിയിട്ടൊക്കെ പിടിക്കണം. അത് അപ്പോൾ ഒറ്റക്ക് നടക്കും, റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ കൂട്ടായ്മയിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അത് പോവാം. അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻ വന്ന കുറേ കേസുകളുണ്ട്, അതിലെല്ലാവരും ഒരുമിച്ച് പോകും. അപ്പോൾ ഇത് നിങ്ങൾ എത്ര മണി വരെ, രാവിലെ തൊട്ട് എത്ര മണി വരെ നിങ്ങൾ? 24 മണിക്കൂറും നമ്മൾ ഈ ഒരു സേവനം ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ 24 മണിക്കൂർ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എത്തും? നമ്മൾ വിളിച്ചാൽ എത്തിപ്പെടും അല്ലേ? അത് വലിയൊരു കാര്യമാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലുള്ള ആർക്കും ഉപകാരപ്പെടുത്താൻ പറ്റിയൊരു സംഭവമാണ്. 24 മണിക്കൂർ ഇവരെ കിട്ടുന്ന പറയുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കോള് വരുന്ന സമയത്ത് അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് റെസ്ക്യൂ ചെയ്യുന്നതാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഇങ്ങെത്താൻ പറ്റും. വിളിച്ചപാട് വരുന്നു വിചാരിച്ചിട്ട് കാത്തുക്കരുത് അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് എന്താ വെച്ചാൽ അധികം ആൾക്കാരും ഒരു വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ വിളിച്ചിട്ട് വയ്ക്കുമ്പോൾ എവിടെ എത്തിയെന്ന്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ആകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവരോട് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും കോള് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ എവിടെ എത്തിയെന്ന് വയ്ക്കും. ഇത് പുറപ്പെടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ എവിടെ എത്തിയെന്ന് ആദ്യം വിളിച്ചു. ഇന്ന സ്ഥലത്ത് എത്തിയെന്ന് നമ്മളിപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് എത്തിയെന്ന് പറയും.
പിന്നെയും എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അവരെ ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കാം, പേടി കൊണ്ടും ആകാംക്ഷ കൊണ്ടും വിളിക്കുന്നതാണ്. അതെ. പക്ഷെങ്കിൽ അത് എന്ന് വെച്ചാൽ ഒരു നിർത്താതെയുള്ള വിളിയുണ്ട്. അത് ഒന്നാമത് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡ്രൈവ് അല്ലെങ്കിൽ പിന്നെ മുന്നേ വന്ന കോളിൽ ചിലപ്പോൾ പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കില്ലായിരിക്കും. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചങ്ങായിമാരെ. അത് വലിയൊരു ശരിക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കോളിങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധയൊന്ന് തെറ്റിപ്പോയാൽ ചിലപ്പോൾ പാമ്പ് തിരിഞ്ഞ് കൊത്താനും മതി അല്ലേ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. പാമ്പിനെ എപ്പോഴും നമ്മളിപ്പോൾ പാമ്പിനെ ശ്രദ്ധ മാറിയാൽ കടി കിട്ടും. പാമ്പിനെ പിടിക്കാൻ അത്യാവശ്യം വേണ്ടതാണ് ധൈര്യം, അതുപോലെ തന്നെ ശ്രദ്ധ. ഇത് രണ്ടും നിർബന്ധം. അതെ. ഇത് എന്താ പറയുക, നമുക്ക് ധൈര്യം മാത്രം ഉണ്ടായിട്ട് പാമ്പിന് ധൈര്യം കൂടുതലായാലും പ്രശ്നമാണ്. പേടിയില്ലാതെ കൂടുതലായ പ്രശ്നമാണ്. ധൈര്യം കൂടുതലാകുമ്പോൾ നമ്മൾ സില്ലിയായിട്ട് പാമ്പിനെ പോയി പിടിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് അപകടത്തിലേക്ക് പോകും. അതെ. പാമ്പിനെ കുറച്ച് പേടി വേണം, അതെല്ലാവർക്കും വേണം. പക്ഷേങ്കിൽ പൊതുജനങ്ങൾക്ക് കുറച്ച് പേടി കൂടുതലാണ്. ചില ആൾക്കാർക്ക് പാമ്പിനെ കണ്ട ഉറക്കം വരെ വരത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു ക്ലാസ് കൊടുത്തിട്ട് കാരണം പാമ്പിനെ കണ്ട് പേടിച്ചാൽ അവർ തല്ലിക്കൊല്ലാനേ നോക്കും. അപ്പോൾ അതൊരു സംരക്ഷിക്കേണ്ട ഒരു ജീവിയാണ് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് ക്ലാസ്. നിങ്ങൾ അങ്ങനെ അവയർനെസ് ക്ലാസ് കൊടുക്കാൻ പോകുന്നുണ്ട്? സ്കൂളുകളിൽ സ്കൂളുകളിലല്ലാതെ നമ്മളിപ്പോൾ നാട്ടിൻപുറത്തുള്ള ബാലസംഘം അതുപോലുള്ള പരിപാടികളിൽ അതിനൊക്കെ പോയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പാമ്പിനെ കൊണ്ടുപോയിട്ട് അവർക്ക് മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾക്ക് അതിന് അനുമതി? അത് നമ്മൾ ഏകദേശം ഒരു 3 വർഷം മുന്നേ നമുക്കതിനൊരു അനുമതിയല്ല, അങ്ങനെ കൊണ്ടുപോയി കാണിക്കലുണ്ടായിരുന്നു. പാമ്പിനൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടാണ് പാമ്പിനെ ക്ലാസ് എടുത്ത് കൊടുക്കൽ. ഇപ്പോൾ അത് നിയമം വന്നു. കർശന നിർദ്ദേശമാണ്. പാമ്പിനെ പ്രദർശിപ്പിക്കാൻ പാടില്ല, പാമ്പിനെ കൊണ്ട് ഷോ ചെയ്യാൻ പാടില്ല, പാമ്പിനെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നത്. നമുക്ക് ഇത്രയധികം അറിവ് പകർന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ ഭാഗത്തു നിന്നും, നമ്മുടെ നിജീസ് വേൾഡിൻ്റെ ഭാഗത്തു നിന്നും, നമ്മുടെ എല്ലാ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരുടെ ഭാഗത്തു നിന്നും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാലം ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ളവരെ പാമ്പ് പിടിച്ചിട്ടും ബാക്കിയുള്ള എല്ലാതിനെയും സംരക്ഷിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പിന്നെ വേറെ എന്തെങ്കിലും ഒരു പൊതുവായിട്ട് എല്ലാവരോടും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ജീവികളെ കൊല്ലുന്നത് മാക്സിമം ഒഴിവാക്കുക. സംരക്ഷിക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പോൾ പാമ്പിനെ സംരക്ഷിക്കാൻ 150ഓളം ആൾക്കാരുണ്ട്, സർട്ടിഫൈഡ് റെസ്ക്യൂർ ഉണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ തന്നെ പൊതുവെ എല്ലാവർക്കും ചാനലിലുണ്ടല്ലോ, കൊടുക്കുമല്ലോ. അപ്പോൾ എൻ്റെ നമ്പർ കൂടുതലും ഞാൻ പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റ് രീതിയിലൊക്കെ എൻ്റെ നമ്പർ മാക്സിമം പബ്ലിഷ് ചെയ്യാൻ ചെയ്യാറുണ്ട്. എനിക്കത് എത്തിപ്പെടാത്ത സാഹചര്യത്തിൽ ഞാൻ മറ്റ് അടുത്ത ആരാണോ അവർക്ക് വിടും. അപ്പോൾ പൊതുവെ എന്താ പറയുക, അടുത്തൊക്കെ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഇത്രയും സൗകര്യം ഉണ്ടായിട്ടാണ് നമ്മൾ പാമ്പിനെ കൊല്ലുന്നത്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. എല്ലാ ജീവികളെയും സംരക്ഷിക്കേണ്ട ഒരു കടമ എല്ലാവർക്കും, ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ചങ്ങായിമാരെ, നമ്മളെപ്പോലെ തന്നെ പിന്നെ ഈ പ്രകൃതിയിൽ ജീവിക്കാൻ വേണ്ടി എല്ലാ ജീവജാലങ്ങൾക്കും പിന്നെ അവകാശമുണ്ട്. അതുകൊണ്ട് ആരെയും കൊല്ലാണ്ട് നമുക്ക് ഇവരെ പോലുള്ളവരെ വിളിച്ച് അതിനെയൊക്കെ സംരക്ഷിച്ച് അവരെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുമെന്ന്. ഇന്നത്തെ വീഡിയോ നമ്മളിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള കണ്ണൂർ ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഇദ്ദേഹം വന്ന് പാമ്പിനെയും ഏത് ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുക, എല്ലാവരും അത് ഉപകാരപ്പെടുത്തുക. ആരും പേടിക്കേണ്ടതില്ല അല്ലേ? പേടിച്ച് ഇതാകേണ്ടതില്ല. ഇവരെ വിളിച്ച് അതിനെ ഒന്ന് നോക്കി നിന്നാൽ മതി, ബാക്കിയൊക്കെ ഇവർ വന്ന് ചെയ്തോളും. അപ്പോൾ നമ്മുടെ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കലാണ്. ബായ്, നിങ്ങളുടെ സ്വന്തം നിജി.